സർ, ഇതില് ഈ ദ്രോണാചാര്യരുടെ വിഷയത്തിലേക്ക് വന്നാലേ, ഈ ആയുധവിദ്യ എന്ന് പറയുന്നത് അത് കൈകാര്യം ചെയ്യുന്ന ആൾ വളരെയധികം മാനസിക സംയമനം ശീലിച്ചാലേ, കാരണം ആയുധമാണ്, നിഗ്രഹാനുഗ്രഹ ശക്തി ഉണ്ട് ആയുധത്തിന്. ദ്രോണാചാര്യർ എങ്ങനെയാണ് ധനുർവേദത്തിന്റെ ആചാര്യനായി മാറുന്നത്? എങ്ങനെയാണ്? ഇവിടെ വർണ്ണവ്യവസ്ഥയാണ് നിലനിന്നിരുന്നത്, ജാതി വ്യവസ്ഥയല്ല. വർണ്ണം എന്ന വാക്കിൻ്റെ അർത്ഥം വൃഞ്ഞ് വരണേ എന്ന ധാതുവിൽ നിന്നാണ് വർണ്ണം എന്ന വാക്കുണ്ടായത്. സ്വയം വരിക്കാൻ പറ്റുന്നതാണ് വർണ്ണം. ആർക്കും ഏത് വർണ്ണവും വരിക്കാം, ഏത് വർണ്ണവും സ്വീകരിക്കാം. അപ്പോൾ വാസ്തവത്തിൽ ജാതിയല്ല, വർണ്ണമാണ് പ്രധാനം. വർണ്ണം എന്ന് പറയുന്ന ഗുണകർമ്മങ്ങളെ നോക്കി മാത്രമാണ്. അതുകൊണ്ട് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവനാണെങ്കിൽ പോലും അദ്ദേഹത്തിൽ ക്ഷാത്രവീര്യം, ക്ഷാത്രഗുണം കണ്ടപ്പോൾ അദ്ദേഹം അതനുസരിച്ചുള്ള പാഠമാണ് സ്വീകരിച്ചത്. അദ്ദേഹം ധനുർവിദ്യയും ആയോധന വിദ്യകളും അദ്ദേഹം അഭ്യസിച്ചു. ഒപ്പം അദ്ദേഹം യജനം, യാചനം, പഠനം, പാഠനം എന്ന് പറയുന്ന തൻ്റെ സ്വധർമ്മവും നിർവഹിച്ചു. അപ്പോൾ അദ്ദേഹം ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു. അതുകൊണ്ട് അതൊന്നും വേണ്ടത് വെച്ചിട്ടല്ല അദ്ദേഹം വിദ്യ ശീലിച്ചത്. അത് അതേപോലെ കൊണ്ടു നിൽക്കുകയും ഒപ്പം തനിക്ക് കൂടുതൽ വ്യാപരിക്കാൻ പറ്റിയ മേഖലയായി അദ്ദേഹം സ്വയം തിരഞ്ഞെടുത്തത് ഈ ആയോധന വിദ്യയാണ്. അത് ക്ഷത്രിയന്മാർക്ക് മാത്രമാണ് വിധിച്ചിട്ടുള്ളത് പിന്നീട് സ്മൃതികൾ പറയും. അത് ശരിയാണ്. കാരണം അവർക്കാണ് ലോകരക്ഷയ്ക്ക് വേണ്ടി, രാജ്യരക്ഷയ്ക്ക് വേണ്ടി, സ്വയം രക്ഷയ്ക്ക് വേണ്ടിയൊക്കെ ആയോധന വിദ്യകൾ അഭ്യസിച്ച് നിലനിർത്തേണ്ട ആവശ്യകത അവർക്കാണ്. സംഭവം ശരിയാണ്. ഒരു ബ്രാഹ്മണൻ ഇതിൽ എന്താണ് കാര്യം എന്ന് ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിച്ചാൽ, ആ ചോദ്യത്തിന് ഈ ബ്രാഹ്മണനിലെ ക്ഷാത്രവീര്യത്തിൻ്റെ ശക്തിയോ മഹാത്മ്യമോ കണ്ടാൽ അയാൾക്ക് ആയോധന വിദ്യ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യാം. എന്താണ് പഠനം, പാഠനം, ഇന്നത് എന്ന് പറഞ്ഞിട്ടില്ല. ഇന്നതേ പഠിക്കാവൂ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. പഠനം, പാഠനം എന്നുള്ളത് ദ്രോണാചാര്യർ സാർത്ഥമാക്കി. അദ്ദേഹം പഠിച്ചു. അദ്ദേഹം മറ്റുള്ള വേദങ്ങളും മറ്റ് വിദ്യകളും ഒക്കെ പഠിച്ചു. ഒപ്പം ആയോധന വിദ്യകളെ പഠിച്ചു. അദ്ദേഹം മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പഠിപ്പിച്ചിട്ട് അത് അദ്ദേഹം പ്രയോഗിക്കുകയും ചെയ്തു. അതിന് അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. കാരണം പഠിച്ച വിദ്യ പ്രയോഗിക്കാൻ പറ്റുകയാണല്ലോ. അങ്ങനെയാണ് അദ്ദേഹം മഹാഭാരത യുദ്ധത്തിൽ സേനാനായകനായിട്ട് പങ്കെടുത്തു, യുദ്ധം ചെയ്തു, ഒക്കെ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരു ആക്ഷേപം ഉണ്ടായി വരുന്ന ഏകലവ്യനെ കുറിച്ചാണ്. ഈ ഏകലവ്യനെ എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല? അദ്ദേഹം ഇതിൽപ്പെട്ട ഇത് അദ്ദേഹം ക്ഷത്രിയനുമല്ല, ബ്രാഹ്മണനോ ഒന്നുമല്ല, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ശൂദ്രൻ എന്നുള്ള വർണ്ണം സ്വീകരിച്ച ആളാണ്. അപ്പം അങ്ങനെ ശൂദ്രന്മാർക്ക് പഠിപ്പിക്കരുത് എന്ന് വിചാരിച്ചിട്ടല്ല വാസ്തവത്തിൽ. അങ്ങനെയാണ് ആൾക്കാർ ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത്. ബ്രാഹ്മണനായതുകൊണ്ട് ശൂദ്രൻ, അങ്ങനെയല്ല വാസ്തവത്തിൽ. നമുക്ക് ചിന്തിക്കുമ്പോൾ കണ്ടെത്താൻ പറ്റും. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ആയുധം പഠിക്കേണ്ടുന്നൊരാവശ്യകത ഇല്ല. ദ്രോണാചാര്യർ ആയോധന വിദ്യ പഠിപ്പിക്കുമ്പോൾ ഒക്കെ ഉപയോഗിച്ചിരുന്നത് അമ്പയക്കാൻ മരപ്പാവകളെയാണ്. ജീവനുള്ള ഒന്നിൻ്റെയും മേളിൽ അമ്പയച്ചിട്ടല്ല ഇവരെ പഠിപ്പിച്ചത്. മരപ്പാവകളുണ്ടാക്കി അതിൻ്റെ കണ്ണിലേക്ക് അയക്കൂ, കാലിലേക്ക് അയക്കൂ എന്നിങ്ങനെ പഠിപ്പിക്കാൻ ഉപയോഗിച്ച മുഴുവൻ മരപ്പാവകളാണ്. പ്രത്യേകിച്ച് മഹാഭാരതത്തിൽ പറയുന്നത്. അതേസമയത്ത് ഏകലവ്യൻ ഇത് പ്രയോഗിച്ച ഒരു പട്ടിയിലാണ്. ഒരു ജീവിയും ഒരു ജന്തുവും അനാവശ്യമായ ആയുധം കൊണ്ട് മരിക്കാൻ പാടില്ല. ഇത് ഇയാൾക്ക് അറിയില്ല. ദ്രോണാചാര്യൻ്റെ പ്രതിമ വെച്ച് ഇയാൾ പഠിച്ചു, സംഭവം ശരിയായിരിക്കാം. പക്ഷെങ്കിൽ അതിൽ നിന്ന് ഇയാൾ ശീലിച്ച പാഠം, ഈ ആയുധം മറ്റു മൃഗങ്ങളുടെ നേരെ ഒറ്റ മൃഗത്തെയും അനാവശ്യമായ ആയുധം കൊണ്ട് കൊല്ലാൻ നമുക്ക് വ്യവസ്ഥയില്ല. ഇതാണ് ദ്രോണാചാര്യർ ബ്രാഹ്മണ്യവും ക്ഷാത്രതയും ഒരുപോലെ കൊണ്ടുവരുന്നത്. ഇത് പറ്റിയാണല്ലോ, ബ്രാഹ്മണനായതുകൊണ്ടാണ് ഈ ജീവികളോടുള്ള സ്നേഹം ഉള്ളിൽ വന്നത്. ഇതും കൂടി എന്ത് ഉത്കൃഷ്ടമായ കഥ, രണ്ട് എണ്ണങ്ങൾ ഒന്നിച്ച് കൂട്ടി ചേർത്തിട്ട് വ്യാസൻ ഉണ്ടാക്കി എഴുതാൻ. മാത്രമല്ല, ഈ ഗുരുക്കന്മാര് വരുന്ന വിദ്യാർത്ഥികൾ, പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ യോഗ്യത പരീക്ഷിക്കേണ്ടതാണ്. വേണം. പാത്രം പറഞ്ഞ് കൊടുക്കാവൂ, പാത്രം പറഞ്ഞ് ദാനം ചെയ്യാവുള്ള. ഇതിന് ഇയാൾ പാത്രമല്ല കൊണ്ട് ഏകലവ്യന് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. കാരണം ഏകലവ്യന് ആവശ്യമുള്ളത് ഇല്ലാത്തത് ദാമ്പു നിങ്ങൾക്കറിയാം. ആ ഒരൊറ്റ കാരണം കൊണ്ട് അയാളെ പഠിപ്പിക്കാതെ, അയാൾ പഠിച്ചു കഴിഞ്ഞിട്ട് വിരൽ മുറിച്ച് മേടിച്ചത് കൊണ്ടാണ്. ഇയാൾ ഈ ആയുധം കൊണ്ട് പോയി കഴിഞ്ഞാൽ അനാവശ്യമായ സ്ഥലത്ത് ധാരാളം പ്രയോഗിച്ച് ഒത്തിരി ദുരിതങ്ങൾ ഉണ്ടാക്കി വെക്കും. ഇത് പാടില്ല. അപ്പം ആയുധം പ്രയോഗിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ് എന്ന് അറിഞ്ഞ് പ്രയോഗിക്കാൻ പാകത്തിന് പഠിച്ചെങ്കിലും മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് ദ്രോണാചാര്യരുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ മഹനീയ ഘടകങ്ങൾ. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്തത്. ക്ഷാത്രവീര്യമുണ്ട്, ബ്രാഹ്മണ്യ സംസ്കാരമുണ്ട്. അത് രണ്ടും ചേർന്നപ്പോൾ ഇതൊന്നുകൂടി ഉത്കൃഷ്ടമായി. അതുകൊണ്ടാണ് ആചാര്യ പദവി സ്വീകരിക്കാൻ കാരണവും മഹാഭാരതത്തിൽ ആദ്യന്തം പങ്കെടുക്കാൻ കാരണവും ഒക്കെ കൊണ്ട് തന്നെയാണ്. ഈ രണ്ടെണ്ണം ഒന്നിച്ച് അത് നമുക്ക് അപൂർവമായിട്ട് കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു മഹാത്മ്യമാണ് ഇതിൽ ഞാൻ കണ്ടത് എന്ന് എനിക്ക് തോന്നുന്നത്.